ഹായ് ഗൈസ്, ഇത് ജോക്കർ വിഷൻ. എനിക്ക് പറയാനുള്ളത് ഇന്നലത്തെ ഇംഗ്ലണ്ട് മാച്ചിനെ കുറിച്ചാണ്. എന്താണ് ഇതിനെപ്പറ്റി പറയാമെന്നറിയില്ല. ഇന്നലെ എന്താണ് ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരുടെ പ്രകടനം? ബോളർമാർ ഓക്കെ, അവർക്കാവുന്ന രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. ഇംഗ്ലണ്ടിനെ 200 ഒതുക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ കളിയിലും അതേപോലെ തന്നെ ആയിരുന്നു. ഏകദേശം 200 അടുത്ത് ഒതുക്കി. മറ്റേ വിഷ്ണോയി കൊടുത്തത് കൊണ്ടാണ് അത്രയും എത്തിയത്. അല്ലെങ്കിൽ അത് ഒതുക്കായിരുന്നു 200 ഉള്ളിൽ. പക്ഷേ ബാറ്റിംഗ് എന്താണ്, ഒരു 220 230 എടുക്കാവുന്ന സ്കോറിൽ ഇവർ എങ്ങനെ പോയാലും 200 ഉള്ളിൽ അല്ലെങ്കിൽ 200 ക്ലോസ് ആയിട്ട് എടുക്കുന്നു. നമുക്കറിയാം, ഇന്ത്യ 200 മുകളിൽ പോയ അധിക കളികളിലും ഒരാളെ കോൺട്രിബ്യൂഷൻ ഭയങ്കരമായിട്ടുണ്ട്. അതാരുമല്ല, സഞ്ജു സാംസൺ. സഞ്ജു കളിച്ച കളിയിൽ 20 റൺ, അതായത് 200 മുകളിൽ കൂടുന്നുണ്ടെങ്കിൽ അത് സഞ്ജു കളിച്ചതിൽ മാത്രമേ ഇന്ത്യക്ക് അധികം 200 മുകളിൽ കൂടിയിട്ടുള്ളൂ. റെയറാണ് ഇന്ത്യ വിത്തൗട്ട് സഞ്ജു 200 മുകളിൽ എത്തിയത്. ഇപ്പോൾ ഈ കാലയളവിലാണ് ഞാൻ ഉദ്ദേശിച്ചത്, മുമ്പത്തെ കാര്യമല്ല. റെയറാണ്. പിന്നെ ഇന്ത്യ, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മാച്ചിലേക്ക് 200 ഇന്ത്യ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഓക്കെ. അത് പിന്നെ എന്താ വെച്ചാൽ സൂര്യവംശിയുടെ ഒരു സ്റ്റാർട്ടിങ് ഉണ്ട്. നിങ്ങൾ എന്താ ചെയ്യുന്നത്? ശരിക്കും പറഞ്ഞാൽ സൂര്യവംശിക്ക് നല്ല ഡബിൾ പ്രഷറല്ലേ നിങ്ങൾ കൊടുക്കുന്നത്. ചെറിയൊരു 15 വയസ്സുള്ള ചെക്കന്. ആ ചെക്കൻ ഇപ്പോഴും മനസ്സിലുണ്ടാവും, 2 കളി ഫ്ലോപ്പായി, ഇനി എൻ്റെ സ്ഥാനം പോവോ എന്നുള്ള ഒരു പേടി അവനുണ്ടാവും. അത് ഇന്നലെ അവൻ്റെ മുഖത്ത് എഴുതി കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നിങ്ങൾ സഞ്ജുവിനും അതേപോലെ ചെയ്തു. സഞ്ജുവിനും അതേ പ്രശ്നമായിരുന്നു. കാരണം സഞ്ജുവിന് കളിക്കാൻ പറ്റാത്ത എന്തുകൊണ്ട് വെച്ചാൽ ഒരു കളി ഫ്ലോപ്പ് ആകുമ്പോൾ തന്നെ രണ്ടാമത് നിങ്ങൾ ഇഷാൻ കിഷനാണ് ഇത് കൊടുക്കുന്നത്, ഗ്ലൗസ്. അപ്പം തന്നെ അവർ സഞ്ജുവിനെ പുറത്താക്കുന്ന രീതിയിലേക്ക് എത്തി. അപ്പോൾ ഒരു കളിക്കാരൻ്റെ കോൺഫിഡൻസല്ലേ നിങ്ങൾ കളയുന്നത്? അപ്പോൾ നിങ്ങളിത് അങ്ങനെയാണോ ചെയ്യേണ്ടത്? അതായത് ബാറ്റ് ചെയ്യണല്ലോ വേണ്ടത്. ഒരു വേൾഡ് കപ്പ് വിന്നറാണ്. അപ്പോൾ വിജയത്തിൻ്റെ ഫോർമുല ഗംഭീർ ഇന്നലെ പറഞ്ഞോളൂ, വിജയിക്കാൻ വേണ്ടിയിട്ടാണ് ടീം. വിജയിച്ചല്ലോ. ഫസ്റ്റ് കളി നിങ്ങൾ 8 നിലയിൽ പൊട്ടി, അത് സുഖമായിട്ട് അവർ ചേസ് ചെയ്തിട്ട്. രണ്ടാമത്തെ കളി പൊട്ടി. മൂന്നാമത്തത് ധൈര്യം. ഇനി ഈ ടീം വെച്ചിട്ട് നിങ്ങൾ പോകുമ്പോൾ ഇനിയും പൊട്ടും. നിങ്ങൾ 8 നിലയിൽ പൊട്ടും, വേറെ ഒന്നും സംഭവിക്കില്ല. അപ്പോൾ നിങ്ങൾ കുറച്ച് ബോധമുണ്ടെങ്കിൽ ഇനി സഞ്ജുവിനെ എടുക്കുക. സൂര്യവംശിനെ ഞാൻ മാറ്റണം എന്ന് പറയുന്നില്ല. ഇതിൽ കുറേ ഫ്രോഡുകളുണ്ട്. ഇഷാൻ കിഷന് ഞാൻ പറയുന്നില്ല, ഇഷാൻ കിഷന് നല്ല പ്ലെയറാണ്. പക്ഷേ ഇഷാൻ കിഷൻ ഇപ്പോൾ റീസെൻ്റ്ലി ഇംഗ്ലണ്ട് പിച്ചിൽ ഷൈൻ ചെയ്യാൻ പറ്റുന്നില്ല അവന്. വിനിയാന്നല്ല അവൻ എന്തൊക്കെയോ രീതിയിൽ 13 അങ്ങനെ എടുത്തു എന്നല്ലാതെ. എന്നാലും ഇഷാൻ കിഷനെ ഡ്രോപ്പ് ചെയ്യാൻ ഞാൻ പറയുന്നില്ല, കാരണം അവൻ ഏത് സമയത്തും വരുന്നൊരു പ്ലെയറാണ്. അതിൽ തിലക് വർമ്മ പറഞ്ഞൊരു ഫ്രോഡില്ല. നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് അവർ വൈസ് ക്യാപ്റ്റൻ ആക്കിയത്? എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ വൈസ് ക്യാപ്റ്റൻ ആക്കിയത് അവരെ? നിങ്ങൾ അവരെ പുറത്താക്കുന്നത് മനസ്സിലായാലുണ്ടല്ലോ നിങ്ങൾ വൈസ് ക്യാപ്റ്റൻ ആക്കിയത്. സഞ്ജുവിനെ ടീമിന് നിർത്താൻ പേടിച്ചിട്ടല്ലേ നിങ്ങൾ വൈസ് ക്യാപ്റ്റൻ സഞ്ജുവിനെ ആക്കാത്തത്? എടാ പൂച്ചക്കണ്ട അഗാർക്കറെ മൊണ്ണെ പരവാഴെ, എടാ നീ കളിക്കുമ്പോഴേ നീ ടീമിന് ഗുണമില്ല. ഗംഭീർ പിന്നെയും പറയാം, കളിക്കുമ്പോൾ ഗുണമുണ്ടായിരുന്നു ടീമിന്, ഫൈനലിലെല്ലാം കളിച്ചിട്ടുണ്ട് എന്നുള്ളത്. പക്ഷേ നിന്നെക്കൊണ്ട് എന്താണ് ഗുണമുണ്ടായത്? നീ എന്ത് അടിസ്ഥാനത്തിലുള്ള സെലക്ടറായിട്ട് വന്നത് മൊണ്ണെ? നീ കളിക്കുമ്പോഴേ അങ്ങനെ അടിച്ച് തൂക്കലാണ്. 2020 വേൾഡ് കപ്പ് 2007 നിന്നെ ആദ്യം എടുത്തിട്ട് പിന്നെ ഒഴിവാക്കിയതാണ് ധോനി ഏറ്റവും വലിയ നല്ല ഡിസിഷൻ എടുത്തത് അതായിരുന്നു. എന്നിട്ട് ശ്രീശാന്തും RP സിംഗ് ആ ഒരു കോംബോ എന്ത് രസമായിരുന്നുടാ. അല്ല ഒരു ടീം അതുപോലെ ജോഗീന്ദർ ശർമ്മക്ക് കൊടുത്തു. അതിനുശേഷം നിന്നെ ഒഴിവാക്കിയതായിരുന്നു ഏറ്റവും നല്ല ഡിസിഷൻ എടുത്തത്. നിന്നെപ്പോലത്തെ ഒരു ഫ്രോഡ് വേറെ ഇല്ല. നീ പണ്ടും അങ്ങനെ
ഗാംഗുലിയുടെ ടീമിൽ ഉണ്ടാകുമ്പോഴും നീ പണി കൊടുക്കില്ല. ഓസ്ട്രേലിയകളെ പോയിട്ട് ഓലോളം റൺസ് ഇട്ട് കൊടുക്കും. എന്നിട്ട് ഇടയ്ക്കൊരു വിക്കറ്റ് എടുത്തിട്ട് നീ ഫ്രോഡ്. എന്നിട്ട് നീ വലിയൊരു പ്ലെയർ. എന്നിട്ട് ഒരിക്കൽ എന്തോ ഒരു ബാറ്റിംഗ് ഒരിക്കൽ ചെയ്തതിൽ നീ വലിയ ഓൾറൗണ്ടർ. എന്ത് ഓൾറൗണ്ടറാണ് നീ? ആകെ ഒരു പ്രാവശ്യം കളിച്ചതാണ്. നിന്നെപ്പോലൊരു മരവാഴ. എന്നിട്ട് നിന്നെ സെലക്ടറാക്കണം. എടാ ഗാംഗുലിയോ യുവരാജോ ഇതുപോലത്തെ ആൾക്കാരെയാൾക്ക് BCCIക്ക് ഇത് ബുദ്ധിയില്ല. ഇവരെ പോലത്തെ ഊളകളെല്ലാം എടുത്തിട്ടാക്കുന്നത്. എല്ലാം ഫ്ലോപ്പായവരൊക്കെ പിന്നെ പിടിച്ചിട്ട് സെലക്ടേഴ്സ് ആക്കുക. RPC, പ്രഗ്യാനോച്ച, ഇതൊന്നും വലിയ പേരുകളില്ലാത്ത ആൾക്കാരെയാണ് ഇതാക്കുന്നത്. എന്നിട്ട് എന്ത് തന്നെ ഇവരൊക്കെ ദുരന്തം ടീമിന് എടുക്കുകയും ചെയ്യും, പൊളിയുകയും ചെയ്യും. വേൾഡ് കപ്പിൽ അന്ന് സൗത്ത് ആഫ്രിക്കയോട് തോറ്റോണ്ടല്ലേ? അല്ലെങ്കിൽ സഞ്ജുവിനെ പുറത്തന്നെ നിങ്ങൾ ഇരുത്തട്ടി നിങ്ങൾ ഈ സ്ക്വാഡിന് പോലും അവർ എടുക്കട്ടില്ല അല്ലേ? നിങ്ങൾ സഞ്ജുവിനെ എടുത്തത് എന്തുകൊണ്ട് ചോദിച്ചാൽ വിമർശനം വന്നു, പേടിച്ചു. ആരും ബാക്ക് ചെയ്തിട്ടുള്ളൂ. സൂര്യ എല്ലാ ഗംഭീര ആരും ബാക്ക് ചെയ്തിട്ടില്ല. വിമർശനം പേടിച്ചിട്ട് മാത്രം എങ്ങനെയെങ്കിലും ടീമിനെ രക്ഷിക്കണം, അതിന് വേണ്ടിയിട്ട് സഞ്ജുവിനെ എടുത്തു. ലെഫ്റ്റ് റൈറ്റ് വേണമെന്നുണ്ട്. ഇപ്പോൾ അവനൊരു 3 കളി ഫെയിലിയർ ആകുമ്പോൾ നിങ്ങൾ പുറത്താക്കുകയും ചെയ്തു. എന്നിട്ട് നിങ്ങൾ മറ്റുള്ളവരെ ബാക്ക് ചെയ്യും. തിലക് വർമ്മേനെ മുമ്പോട്ട് കണ്ടു. കാരണം അവൻ തുഴച്ചിലാണ്, അവൻ കളിക്കൂലെന്ന് മനസ്സിലായപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? വേഗം അവനെ പിടിച്ചിട്ട് വൈസ് ക്യാപ്റ്റനാക്കി. അപ്പം പിന്നെ ആരും പറയില്ലല്ലോ, പുറത്താക്കാമല്ലോ. പിന്നെ നിങ്ങൾ അക്ഷർ പട്ടേലിന്, കാരണം അക്ഷർ പട്ടേലിനും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നിങ്ങൾ എപ്പോഴും നോക്കിയാലും ഓനെ തഴയുന്നത് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കലുണ്ട്. അതൊരു പാവത്തല, അതിനും ആരും പറയാനില്ല. ഓൻ എന്നിട്ട് പിന്നെ മികച്ച പ്രകടനം കാണിച്ചു വെച്ചിട്ടാണ് അവൻ പിന്നെ വന്നത്. പക്ഷേ അക്ഷർ പട്ടേൽ ബാറ്റിങ്ങിൽ ഫ്ലോപ്പാണ്, ഞാനത് പറയുന്നില്ല. അതില്ല, ബോളിങ് കുഴപ്പമില്ല. എന്നാലും ഇന്നലെ നല്ല എക്സ്പെൻസീവ് ആയിരുന്നു. പക്ഷേ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഫ്രോഡ് തിലക് വർമ്മയാണ്. അയർലാൻഡിൻ്റെ കൂടെ 42 ബോള് 48 അത്ര അവൻ എടുത്തത്. എത്ര ബോളാണ് അവൻ കളഞ്ഞത്? അത് മറ്റേതും ബാറ്റ്സ്മാന് കിട്ടിയിരുന്നെങ്കിൽ ആ കളി ജയിക്കേണ്ടതല്ലേ? അതുപോലെ പോട്ടെ, അവന് ഇന്നലെ എന്താ കാണിച്ചത്? എത്ര ബോളാണ് അവൻ കളഞ്ഞത്? എന്നിട്ട് സ്റ്റംപ് ചെയ്തു ഓരോ. മിഞ്ഞാന്നെന്തോ 2 6 അടിച്ചപ്പോൾ അവൻ വലിയ ആളായി. എടോ, നമുക്ക് വേണ്ടത് നല്ലൊരു പ്ലെയർ. ഇപ്പോൾ റിങ്കു സിംഗ് അവിടെയുണ്ട്. ഇവരെ ഒഴിവാക്കിയിട്ട് റിങ്കു സിംഗ് എടുക്കുക. അവൻ തിലക് വർമ്മ മോശം പ്ലെയർ അല്ല, ബട്ട് ഹീസ് എ ഗുഡ് പ്ലെയർ ഇൻ ടെസ്റ്റ് ആൻഡ് ODI. ടെസ്റ്റിൽ ODIയിൽ മാത്രം അവൻ നല്ലൊരു പ്ലെയറാണ്. അതിൽ പറ്റും. ശുഭാൻ ഗില്ലിനെ പോലെ തന്നെ. അപ്പോൾ ശുഭാൻ ഗില്ലിനെ നിങ്ങൾ എടുക്കുന്ന പോലെ ഇടയ്ക്കൊരു ഇന്നിങ്സ് കളിച്ച് കഴിഞ്ഞാൽ അവർ 2020 ബാറ്റ്സ്മാൻ ആവില്ല. അത് മനസ്സിലാക്കുക നിങ്ങൾ ഫസ്റ്റ്. സൂര്യവംശി, അഭിഷേക്, സഞ്ജു, റിങ്കു സിംഗ്, പിന്നെ അതേപോലെ സൂര്യകുമാർ ഉണ്ടായിരുന്നു, അത് അങ്ങനെയായിരുന്നു. പിന്നെ ശിവൻ ദുബെ, ഇവരൊക്കെ ശരിക്കും പ്രോപ്പർ 2020 ബാറ്റ്സ്മാൻമാരാണ്. മനസ്സിലായോ? പ്രോപ്പറാണ് അവർ. പക്ഷെ മറ്റാരും അല്ല. നിങ്ങൾ മനസ്സിലാക്കുക, മറ്റാരും 2020 ബാറ്റ്സ്മാൻമാരല്ല. എല്ലാവരും മറ്റേ തിലക് വർമ്മയല്ല, ഗില്ലല്ല. അവരൊരു കളി കളിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അവർ 2020 ബാറ്റ്സ്മാൻമാരാക്കി. ഞാൻ ആലോചിക്കുന്നത്, നമ്മളെ മലയാളികളിൽ കുറേ പൊള്ളകളുണ്ട്. അവർ പറയും സഞ്ജു. എടോ, അവൻ്റെ വില ഇപ്പം അവർക്ക് ആദ്യം മനസ്സിലാവുന്നുണ്ട്. സഞ്ജു ഇതിന് മറുപടി കൊടുത്തിരിക്കും. നോക്കിക്കോ, സഞ്ജുവിനെ മറ്റന്ന സ്ക്വാഡിൽ എടുത്തിട്ടുണ്ടെങ്കിൽ ഓനൊരു ഇന്നിങ്സോ കളിക്കും. അണ്ടാക്കിൽ, ആ പൂച്ചക്കണ്ണൻ്റെ അണ്ടാക്കിൽ ഇട്ടിട്ടടിക്കും. മനസ്സിലായല്ലോ? അപ്പം അതാണ് ഞാൻ പറയുന്നത്. സഞ്ജു പുഞ്ചു അല്ല, സഞ്ജു ആണ് താരം. സഞ്ജു ഇല്ലായിരുന്നെങ്കിലും ഇന്ത്യക്ക് വേൾഡ് കപ്പ് കിട്ടൂലായിരുന്നു. അഭിഷേകിനെ കോൺഫിഡൻസിലേക്ക് ഫൈനലിൽ കൊണ്ടുവന്നതിന് സഞ്ജുവാണ്. അത് അഭിഷേക് വരത്തെ സംഭവിച്ചതാണ്. അപ്പോൾ സഞ്ജുവിൻ്റെ വില എന്താണ് പറയുന്നത്? കൂടിയുള്ളവരും മോട്ടിവേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് പുള്ളിക്ക്. അത് ഈശാൻ കിഷനോ മറ്റവർക്കൊന്നുമില്ല. അവരവരെ സ്വാർത്ഥ ഇന്നിങ്സ് കളിച്ചിട്ടേ പോകുന്നുള്ളൂ. ശിവൻ ദുബെ എല്ലാവരും, തിലക് വർമ്മയെല്ലാം മോട്ടിവേറ്റ് ചെയ്യാൻ അറിയില്ല. സഞ്ജുവിന് ആ കഴിവുണ്ട്. അതുകൊണ്ടാണ് സഞ്ജു രക്ഷപ്പെട്ടു പോയിട്ട് ഇവരെ ഓരോരോ ആൾക്കാർ കൂടെ കളിക്കുന്നവർ രക്ഷപ്പെട്ടു പോകുന്നു. സൂര്യവംശിക്ക് സഞ്ജു കൂടിയുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ആവില്ല. അഭിഷേക് എന്തായാലും മോട്ടിവേറ്റ് ചെയ്യില്ല, കാരണം അവൻ്റെ ഭാവിയിലെ സ്ഥാനം എടുക്കുന്നത് ഇവനാണ്. അതുകൊണ്ടാണ് ഓനെ എടുക്കാത്തത്. ഓനോട് മോട്ടിവേറ്റ് ചെയ്യില്ല.
ആ പയ്യനെ വെറുതെ പ്രഷർ കൊടുക്കുന്നതല്ലേ. ഇപ്പം അവൻ്റെ ഇന്നലെ മുഖം കാണണം സങ്കടം കൊണ്ട്. കാരണം അവനറിയാം ഡ്രോപ്പ് ചെയ്യുമ്പോൾ അവനെ ഡ്രോപ്പ് ചെയ്യും. ആണ് ഫ്രോഡുകളായ തിലക് വർമ്മ, ശിവൻ ദുബെ അവർ സേഫാണ്. അതുപോലെ തന്നെ ഇഷാൻ കിഷൻ ഫോം ഔട്ട് ആയാലും കുഴപ്പമൊന്നുമില്ല, കാരണം ഓനും നിർത്തും. ബാക്കി ആരും പുറത്താക്കൂല, പക്ഷെ ഇവരെ പുറത്താക്കും. എന്തുകൊണ്ടാണ്? ഓനെ പോരാ, ഇനി കുറച്ചും കൂടി ഇതാക്കണം എന്ന് പറഞ്ഞിട്ട് ഓനെ പുറത്താക്കിയിട്ട് സഞ്ജുവിനെ ഇടും. ഇതിലെന്താ കാര്യമുള്ളത്? സൂര്യവംശി അവിടെ ഉണ്ടാവണം. നിങ്ങൾ സൂര്യവംശിന് സഞ്ജുവിനെ ഇറക്കുക, അഭിഷേകിനെ മൂന്നാമത് ഇറക്കുക, നാലാമത് ഇഷാൻ കിഷൻ, അഞ്ചാമത് അയ്യർ, ആറാമത്തത് ആ ബൊണ്ണ. വേറെ റിങ്കു ഉണ്ടായിരുന്നു, റിങ്കുവിനെ റീപ്ലേസ് ചെയ്താൽ മതിയായിരുന്നു അവിടെ, അവനെ ഇറക്കരുതായിരുന്നു. ശിവൻ ദുബെ കുഴപ്പമില്ല, ഫസ്റ്റ് ഇതിൽ കളിച്ചിരുന്നു. ഒന്നിക്കട്ടെ, ഇനി അഥവാ ഇനി ഇല്ലെങ്കിൽ ഓനെ ഒഴിവാക്കിയിട്ട് അക്ഷർ പട്ടേലിനെ വെക്കുക, ഗുണമില്ലെങ്കിൽ. മനസ്സിലായില്ലേ? പിന്നെ ബാക്കിയുള്ള ആളുകളെല്ലാം പ്രിൻസ് യാദവ്, എന്തിനാണ് ഈ ഹർഷിത് റാണ? ആരാവൻ? ബാറ്റിങ്ങിന് ഗുണമില്ല, ബോളിങ്ങിന് ഗുണമില്ല. വിക്കറ്റ്സ് എടുക്കുന്നുണ്ട് ശരി, ഇതിനേക്കാളും നിങ്ങൾ ഭുവനേശ്വർ കൊടുത്തില്ലെങ്കിൽ ഇംഗ്ലണ്ട് പിച്ച് സ്യൂട്ടാണ്. ശ്രീമൻ സിംഗ്, സിറാജ്, എത്ര പേരുണ്ടായിരുന്നോ? എപ്പോഴാണ് ഈ പൊളിറ്റിക്സ് മാറാതെ ഇന്ത്യൻ ടീം നന്നാവില്ല. മനസ്സിലായല്ലോ? വിരാട് കോഹ്ലി, രോഹിത് ശർമ്മയൊക്കെ പോയി, ഇനി ആരുമില്ല. സൂര്യ നല്ല ക്യാപ്റ്റനായിരുന്നു, ആ സൂര്യനെ നിങ്ങൾ നശിപ്പിച്ചു. ഒരു അവസരം കൊടുക്കായിരുന്നു, പുള്ളിയോട് പറഞ്ഞ് നല്ല റിട്ടയർ ചെയ്യിപ്പിച്ച് അങ്ങനെ. അപ്പം ടീമിന് ഒരു ഇതുണ്ടാവും. ഇത് എങ്ങോ കിടന്ന് ശ്രേയസ് അയ്യർ 2023 ലാസ്റ്റ് കളിച്ചത് ടീമിൻ്റെ കൂടെ. ആ ഓനെ പിടിച്ചിട്ട് കൊണ്ടുവന്നിട്ട് ടീമിലെ ക്യാപ്റ്റനാക്കി. എന്തുകൊണ്ട്? സഞ്ജുവിനെ ആക്കാൻ പാടില്ലല്ലോ, സഞ്ജു മലയാളിയല്ലേ, സഞ്ജു ലീഡറാണ്. അതും പക്ഷെ സമ്മതിക്കൂല, പൂച്ചക്കണ്ണനെ അത് സഹിക്കൂല, ഗംഭീറിനും സഹിക്കൂല. അല്ലെങ്കിൽ ഇഷാൻ കിഷനാക്കിയാൽ പോലിരുന്നത് ടീമിലിട്ടായ ആളല്ലേ. തിലക് വർമ്മ വൈസ് ക്യാപ്റ്റൻ, സഞ്ജുവിന് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോഴും ടീമിൽ എടുക്കണ്ടേ അല്ലേ? സ്ഥിരതയില്ല. പൂച്ചക്കണ്ണൻ ആദ്യം പുറത്താക്കണം. ആ പൊര വാഴ ഡാഷ് ബോർഡുണ്ടല്ലോ, അവനാണ് ആദ്യം പുറത്താക്കേണ്ടത്. അവൻ ഫ്രോഡാണവൻ, ഇന്ത്യൻ ടീമിനെ നശിപ്പിക്കാൻ പോകുന്നതാണ് അവൻ. അതുപോലെ ഗംഭീർ, എന്തെങ്കിലും ചെയ്യും.